എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചുമയെ പറ്റിയിട്ടാണ്. ചുമ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സാധാരണമാണ്. എല്ലാവർക്കും ചുമ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാകും. പലതരത്തിലുള്ള ചുമകളുണ്ട്. വില്ലൻ ചുമ, കുറുങ്ങിയുള്ള ചുമ, കഫം വരുന്ന ചുമ, കഫം ഇല്ലാത്ത ചുമ, ഡ്രൈ കഫ്, വെറ്റ് കഫ്, അങ്ങനെ പലതരത്തിലുള്ള ചുമകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമതായിട്ട് ഡോക്ടർമാരും പേഷ്യൻറ്റുമാരും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. പല സമയങ്ങളിലും രോഗി പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാരിലേക്ക് എത്തിക്കാൻ പറ്റാറില്ല. ഡോക്ടർ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് രോഗികൾക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സക്സസ്ഫുൾ ടു വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒ പിയിൽ കൺസൾട്ടേഷന് വരുന്ന രോഗിയുടെ അടുത്ത് ഡോക്ടർമാർ പലതും സംസാരിക്കും, ഡോക്ടറിൻ്റെ അടുത്ത് രോഗികളും പലതും സംസാരിക്കും. നമ്മളൊരു എഫക്റ്റീവ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പേഴ്സൺ എ പറയുന്നത് പേഴ്സൺ ബിക്ക് മനസ്സിലാവണം, പേഴ്സൺ ബി പറയുന്നത് പേഴ്സൺ എക്ക് മനസ്സിലാവണം. അപ്പോൾ അതാണ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുമ എന്ന് പറഞ്ഞാൽ ഇതൊരു വണ്ടർഫുൾ മെക്കാനിസം ഓഫ് അവർ ബോഡിയാണ്. ദൈവം നമ്മളെല്ലാവരും സൃഷ്ടിച്ചു. നമുക്ക് ഇഷ്ടംപോലെ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് മനസ്സിലായിട്ടുള്ളതും മനസ്സിലാക്കാൻ ഏറെയുള്ള ഒത്തിരി പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് കഫ് എന്ന് പറഞ്ഞാൽ. കഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ചുമ? ചുമയ്ക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ചുമ യൂഷ്വലി വരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് വന്ന് ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് ബാക്ടീരിയ ആവട്ടെ, ഫോറിൻ ബോഡീസ് ആവട്ടെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള ഫോറിൻ മെറ്റീരിയൽസ് മൂക്കിൽ കൂടിയോ വായിൽ കൂടിയോ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എത്തുമ്പോൾ നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ് കഫ് എന്ന് പറഞ്ഞാൽ. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലത്തെ മുടി, രോമങ്ങൾ, നമ്മുടെ മൂക്കിൻ്റെ ലൈനിങ്ങിലുള്ള സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മ്യൂക്കോസയാണ്. അവിടെ സീലിയേറ്റഡ് ആയിട്ടുള്ളൊരു എപ്പിത്തീലിയമാണ് നമുക്കുള്ളത്. പിന്നെ ഫ്ലം, ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സാണ്. അപ്പോൾ ഒരു ചെറിയ ചെറിയ പൊടി പടലങ്ങൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ ആദ്യം മൂക്ക് പൊത്തിപ്പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തട്ടിക്കളയും. എന്നിട്ടും ഫിൽട്ടർ ചെയ്ത് മൂക്കിൻ്റെ അകത്തേക്ക് പോകുന്നത് നമ്മുടെ മൂക്കിൻ്റെ രോമങ്ങൾ ഫിൽട്ടർ ചെയ്തപ്പെടും. ഈ ഫിൽറ്ററിനെയും ഭേദിച്ച് അകത്ത് കിടക്കുന്ന പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയകളെ നമ്മുടെ ഫ്ലം ചാരിക്കേടി പിടിക്കും. ഇതൊരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗർ, വാട്ട് എവർ ഇറ്റ് മേ ബി, ചിലപ്പോൾ കോൾഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും, അങ്ങനെ ബാക്ടീരിയ, വൈറസ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടനെ അതൊരു സെൻസർ, അതൊരു ഒരു ഒരു സീരീസ് ഓഫ് മെക്കാനിസത്തിന് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിൻ കോശങ്ങൾക്ക് സിഗ്നൽ കൊടുക്കും, ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി, സംതിങ് അൺയൂഷ്വൽ മൂവ്മെൻറ്റ് ഡിക്റ്റഡ് ഹിയർ, നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ സംതിങ് അൺയൂഷ്വൽ ഡിക്റ്റഡ്. അപ്പോൾ ബ്രെയിൻ അത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനമാണെങ്കിൽ ബ്രെയിൻ തിരിച്ച് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനും അതുപോലെ നമ്മുടെ ചുമയ്ക്കുന്നതിനുള്ള മസിൽസ്, ചുമയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി മസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ ഇമ്പൾസസ് പാസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ബോഡി അതിൻ്റെ ഔട്ട്പുട്ട് എന്ന നിലയിൽ ചുമയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തൊറാസിക് കാവിറ്റിയിലുള്ള പ്രഷർ ഇറ്റ് വിൽ ബി മോർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ് എൻവയൺമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം, പ്രഷർ വിൽ ഓൾവേസ് മൂവ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അതുതന്നെയാണ് ചുമയിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോൾ ഈ ഫ്ലമ്മായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ വൈറസ് ഫോഴ്സ്ഫുള്ളി എക്സ്പെൽ ചെയ്യപ്പെടുകയാണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടെ. ഇറ്റ്സ് എ ഡിഫൻസ്, ഇറ്റ്സ് എ വണ്ടർഫുൾ മെക്കാനിസം. നമ്മൾ ചുമയ്ക്കുമ്പോൾ ഒരു മുറിയുടെ അല്ലെങ്കിൽ ഒരു ഹോളിൻ്റെ അറ്റത്ത് നിന്ന് ചുമയ്ക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഇത്
പ്രഷേഴ്സ് ചിലപ്പോൾ ആ മുറിയുടെ അറ്റം വരെ ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഏകദേശം ഒരു 50 മൈൽസ് പെർ അവർ എന്ന തോതിലൊക്കെയാണ് നമ്മൾ ആ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഹൈ പ്രഷർ സോണാണത്. ഞാനൊരു പുഴുവാണെങ്കിൽ ഒരു വലിയൊരാളെൻ്റെ മുമ്പിൽ നിന്ന് ചുമച്ചാൽ ഞാൻ ചിലപ്പോൾ തെറിച്ച് പോകും, കിലോമീറ്ററോളം തെറിച്ച് പോകും. അതേപോലെയാണ്, അത്രയും പവർഫുള്ളാണ് നമ്മുടെ ചുമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ചുമയുടെ പ്രാധാന്യം എന്താണ്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബാരിയർ എന്ന നിലയിൽ ചുമയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചുമയ്ക്ക് പല കോസുകളുണ്ട്. നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് ചുമയുടെ കാരണത്തിനെയാണ്. ഫിസിയോളജിക്കൽ കാരണങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിസിയോളജിക്കൽ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ഫോറിൻ ബോഡി വന്നു, നമ്മളത് നമ്മുടെ ബോഡി തന്നെ അത് പുറന്തള്ള കളയാനുള്ള മെക്കാനിസംസ് കാണിക്കും. അത് ഓട്ടോമാറ്റിക്കലി അത് കഴിയുമ്പോൾ നമ്മളുടെ ചുമ സബ്സൈഡ് ആവും. ചുമ എപ്പോഴാണ് നമ്മൾ മെഡിക്കലി അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, യൂഷ്വലി നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ യൂഷ്വലി ആൾക്കാർ ചുമയൊക്കെ 3-4 ദിവസം ആയിട്ടും ചുമ മാറാത്ത അവസ്ഥ, അവരുടെ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് മാറാത്ത അവസ്ഥകളിൽ മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ദിവസത്തെ ചുമ പോലും ആയിട്ടും ആൾക്കാർ വേറെ ഒരു ലക്ഷണമില്ല, ചുമ മാത്രം. അത് അത്ര എൻ്റർടൈൻ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവണതയാണ്. നമ്മൾ പല അസോസിയേഷൻ, അമേരിക്കൻ ലങ് അസോസിയേഷൻ പറയുന്നത് 8 വീക്സ് കഫാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ പറയുന്നത്. മോർ ദാൻ 8 വീക്സ് കഫാണ് നമ്മൾ മെഡിക്കലി അറ്റൻഡ് ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ ഇന്ത്യൻ സിനാറിയോസിൽ പറയും 2 വീക്സ് കഫ്. 2 വീക്സ് കഫ് ആണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള കോസാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇൻഫെഷ്യസ് കോസാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് കോവിഡും പലതരത്തിലുള്ള റെസ്പിറേറ്ററി വൈറസും ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഫോർ എ സേഫ്റ്റി ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്നത് മോർ ദാൻ 1 വീക്ക് ടു 2 വീക്സ് അതിന് മേലെയുള്ള കഫാണ് യൂഷ്വലി നമ്മൾ മെഡിക്കൽ കൺസൾട്ടേഷൻ സീക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ നോക്കുകയും ഡോക്ടറെ പരിശോധിച്ച് നിങ്ങൾക്ക് ചുമയുടെ കാരണത്തിന് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. ചുമ ചില സന്ദർഭങ്ങളിൽ ചുമയോടനുബന്ധിച്ച് ഓഡ് സ്മെല്ലുണ്ടാവും. ഫോൾ സ്മെൽ കഫ് അല്ലെങ്കിൽ ഫോൾ സ്മെൽ ഫ്ലം അല്ലെങ്കിൽ തിക്ക് സ്പൂട്ടം, അതും സിഗ്നിഫിക്കൻ്റ്, അതും ആക്റ്റീവായിട്ടുള്ള ഇൻഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഹെമറ്റൈസിസ് എന്ന് പറയും, അതായത് ഫ്ലമ്മിൽ നമ്മൾ രക്തക്കറ കാണുമ്പോഴാണ് നമ്മൾ ഹെമറ്റൈസിസ് എന്ന് പറയും. അപ്പോൾ അതും കോസുണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ ലങ്സിലോ എവിടെയോ ഒരു ഭാഗത്ത് ഒരു ചെറിയ പോറലോ മുറിവോ ഉണ്ടാകുമ്പോഴാണ് കഫത്തിൽ രക്തം വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, വാട്ട് ഈസ് ദ കോസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മളത് കാണാൻ നമ്മൾ ശ്രമിക്കണം. 1-2 ദിവസത്തെ ചുമ കൊണ്ട് മാത്രം ഓടിച്ചെന്ന് ആശുപത്രിയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനല്ല നമ്മൾ വേണ്ട. നമ്മളെപ്പോഴും ട്രീറ്റ് ദ കോസ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. താങ്ക് യു.